കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ട്. മുക്കത്ത് മലയോര ഭാഗത്ത് പലയിടത്തും വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണ് വൈദ്യുതി തടസ്സം നേരിടുകയാണ്. റോഡ് ബ്ലോക്കാണ് കേട്ടോ. ആരും വരണ്ട. ഇടിയത്തൂർ ചെറുവാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീശിയടിച്ച് ശക്തമായ കാറ്റിൽ കൃഷിനാശവും ഉണ്ടായി. ഫെറോക്കുളം രാത്രിയിൽ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മരം വീണു. അഖില CP വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖില, ഈ മഴക്കാല ദുരിതം എന്ന് പറഞ്ഞു കേട്ടാൽ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയും ഒക്കെയാണ് ആദ്യം. അവിടെ എന്താണ് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറ്റവും ആശങ്കയോട് കൂടി നോക്കുന്നത്. എന്താണ് കോഴിക്കോട് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മാധവ് ദിവീഷ്, ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. നഗരമെന്നോ മലയോര മേഖലയെന്നോ വ്യത്യാസമില്ലാതെ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ്. അതിന് ഇതുവരെ ഒരു ശമനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് മലയോര മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ്. മുക്കം കേന്ദ്രീകരിച്ച് കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. മുക്കത്ത് കൊടിയത്തൂരിൽ ഇത്തരത്തിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി കൃഷി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേരുടെ വാഴക്കൃഷിയാണ് ഇതിനോടകം തന്നെ ഇന്നലെ രാത്രി മാത്രം പെയ്ത മഴയിൽ നശിച്ചിട്ടുള്ളത്. ഫറോക്കിൽ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് വലിയൊരു മരം വീണു. ആ മരം വീണതിൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. ഫയർഫോഴ്സ് പിന്നീടെത്തി ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. മാത്രമല്ല, നിരവധി വീടുകളും ഇപ്പോൾ മലയോര മേഖലയിൽ നിരവധി വീടുകളും ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പലരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. ആ സംരക്ഷണ ഭിത്തിയെ തുടർന്ന് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ഇടപെടലിലൂടെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ളൊരു തീരുമാനവുമായിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ശക്തമായ മഴ ഇപ്പോൾ തുടരുകയാണ്. മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക. താമരശ്ശേരി, മുക്കം, കുറ്റ്യാടി കേന്ദ്രീകരിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെയും ഈ പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴ തുടരുകയാണ്.